കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീരാമ നവമിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഈശ്വരനാണ് ശ്രീരാമചന്ദ്രൻ. ഇന്ന് ഈ രാമനവമി ദിവസം നമുക്ക് അഹല്യാമോക്ഷമൊന്ന് കേൾക്കാം. നമുക്കറിയാം, ശ്രീരാമചന്ദ്രനും സഹോദരന്മാരും എല്ലാവരും ആയുധാഭ്യാസം, അതുപോലെ വേദശാസ്ത്രങ്ങൾ ഇവയെല്ലാം അഭ്യസിച്ചതിനു ശേഷം ഇരിക്കുന്ന ആ ഒരു സമയത്ത് വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എത്തിച്ചേരുകയും തങ്ങളുടെ യാഗത്തിന് രാക്ഷസന്മാർ തടസ്സം ചെയ്യുന്നു, ഞങ്ങൾക്ക് യാഗം ചെയ്യുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഈ അസുരന്മാരെ വധിക്കുന്നതിനായിട്ട് രാമനെ അയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് പറയുന്നു. വിശ്വാമിത്ര മഹർഷിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ദശരഥ മഹാരാജാവിന് രാമനെ അയക്കുന്നതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വാമിത്ര മഹർഷിയുടെ നിർബന്ധം കാരണം അദ്ദേഹത്തിന് മനസ്സോടുകൂടി സമ്മതിക്കേണ്ടി വന്നു. രാമൻ ഞാൻ പോകാമെന്ന് അച്ഛനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാമൻ്റെ സഹായത്തിനായിട്ട് ലക്ഷ്മണനെ കൂടി അയക്കുന്നു. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് രാമായണം കഥാരൂപത്തിൽ കർക്കിടക മാസത്തിൽ പറയുന്ന സമയത്ത് പറയാം. ആ യാത്രയിലാണ് വിശ്വാമിത്ര മഹർഷി എത്ര കാലം വേണമെങ്കിലും ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും ഇരുന്നാൽ പോലും ക്ഷീണമുണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള മന്ത്രവിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത് പിന്നീട് ലക്ഷ്മണന് സഹായകരമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ആ കഥയൊക്കെ വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ പറയാം. അങ്ങനെ വനത്തിലേക്ക് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും പോകുന്നു. ആ സമയത്ത് അസുര നിഗ്രഹണമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ താടക എന്ന രാക്ഷസിയെ രാമൻ വധിക്കുന്നു. അങ്ങനെ താരകയെ വധിച്ചതിനു ശേഷം പിന്നീട് വിശ്വാമിത്ര മഹർഷിയും ലക്ഷ്മണനും രാമനും കൂടി അഹല്യ തപോവനത്തിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ആ പുണ്യ തപോവനത്തിൽ എത്തിയ സമയത്ത് വിശ്വാമിത്ര മഹർഷി ഒരു ശില രാമനെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം രാമനോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു, അല്ലയോ രാമ, ഈ ശിലയുടെ മേൽ പാദങ്ങൾ അർപ്പിക്കൂ. ഇങ്ങനെ മുനി രാമനോട് പറയുന്നു. മുനിയുടെ ഇപ്രകാരമുള്ള വാക്യം കേട്ട രാമൻ ചോദിക്കുകയാണ്, എന്തിനാണ് മാമുനെ ആ ശിലമേൽ പാദം പതിപ്പിക്കുന്നത്? അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, കേൾക്കൂ രാമ, പഴയ കഥയാണ്. വിധാതാവ്, അതായത് ബ്രഹ്മദേവൻ 1000 സുന്ദരിമാരെ സൃഷ്ടിച്ചു. അവരുടെ എല്ലാ സൗന്ദര്യവും കൂട്ടിച്ചേർത്ത് അഹല്യയെ സൃഷ്ടിക്കുന്നു. 3 ലോകത്തും അതുപോലെ ഒരു സുന്ദരി ഇല്ലായിരുന്നു. ഗൗതമൻ എന്ന മഹർഷി അഹല്യയെ വിവാഹം കഴിക്കുന്നു. ഇന്ദ്രൻ, ദേവരാജാവായ ഇന്ദ്രൻ ഗൗതമൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരിക്കൽ പ്രഭാതത്തിൽ ഗൗതമ മഹർഷി തപസ് ചെയ്യാനായിട്ട് പോകുന്നു. ആ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷത്തിൽ ആശ്രമത്തിൽ പ്രവേശിക്കുകയും അഹല്യയുടെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. തപസ്സിനു വേണ്ടി പോയതാണ് ഗൗതമൻ. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്ന സംശയത്തിൽ അഹല്യ എന്താണ് രാവിലെ തന്നെ വന്നത് എന്ന നിലയിൽ ഗൗതമ മുനി ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അഹല്യ ഗൗതമൻ്റെ രൂപം പൂണ്ടുവന്ന ഇന്ദ്രനോട് ചോദിക്കുന്നു. ഉടനെ ഇന്ദ്രൻ പറയുകയാണ്, അവിടുത്തെ കാന്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട്
എങ്ങനെ എനിക്ക് തപസ്സു ചെയ്യാൻ സാധിക്കും? തപസ്സു ചെയ്യാൻ പോയാൽ എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എപ്പോഴും അവിടുത്തെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. കണ്ണടച്ചാൽ അവിടുന്ന് മുമ്പിൽ വന്നു നിൽക്കുന്നു. അതുകൊണ്ട് മദനാഗ്നിയിൽ ഞാൻ ദഹിച്ചു പോകുന്നു. ആലിംഗനം ചെയ്യൂ പ്രിയേ, എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കൂ എന്ന് ഇന്ദ്രനായ ഗൗതമ മുനി പറയുന്നു. പാതിവൃത്യയാണ് അഹല്യ. അഹല്യയ്ക്ക് ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാതിരിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അവർ രണ്ടുപേരും ശയ്യാഗ്രഹത്തിൽ കടക്കുന്നു. ഇന്ദ്രൻ ഗുരുപത്നി എന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഇന്ദ്രൻ ചിന്തിച്ചതുമില്ല. ഇന്ദ്രൻ ഗുരുപത്നിക്ക് ധർമ്മഭ്രംശം വരുത്തി. അതിനുശേഷം വീണ്ടും തപസ്സു ചെയ്യുവാൻ പോവുകയാണ് എന്ന നാട്യത്തിൽ ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗൗതമ മഹർഷി തിരിച്ചു വരുന്നു. ഗൗതമ മുനിക്ക് അഹല്യ ഇരിപ്പിടം ഒരുക്കി തൻ്റെ ഭർത്താവിനെ സ്വീകരിച്ചു. ആ സമയത്ത് എന്തോ ഒരു വ്യത്യാസം അഹല്യയ്ക്കുണ്ട് എന്ന് ഗൗതമ മഹർഷിക്ക് മനസ്സിലാകുന്നു. മുനി അഹല്യയോട് ചോദിക്കുകയാണ്, പ്രിയേ, എന്താണ് മെയ്യിൽ ശൃംഗാര ലക്ഷണങ്ങൾ കാണുന്നത്? അപ്പോൾ അഹല്യാദേവി പറയുകയാണ്, എന്താണ് അങ്ങിങ്ങനെ ചോദിക്കുന്നത്? പ്രഭോ, അവിടുന്ന് ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് എൻ്റെ മെയ്യിൽ കാണുന്നത് എന്ന് അഹല്യ പറയുന്നു. ആകാശമാകെ ഇടിഞ്ഞു ശിരസിൽ വീണതുപോലെ ഗൗതമ മഹർഷിക്ക് തോന്നുന്നു. അദ്ദേഹം കോപിച്ചു. പെട്ടെന്ന് കണ്ണടച്ച് അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നു. അതോടുകൂടി പുരന്ദരൻ, അതായത് ഇന്ദ്രൻ ചെയ്ത കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നു. തൻ്റെ പ്രിയപത്നിക്ക് ധർമ്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം ഇന്ദ്രനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുന്നു. അതോടുകൂടി ഇന്ദ്ര ഇന്ദ്ര എന്ന് ഉറക്ക വിളിച്ചു. പുരന്ദരൻ വിറച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നു. സന്ധ്യയായിട്ടും ഭക്ഷണം കഴിക്കാതെ ഉള്ളു കത്തിയിരുന്ന ഗൗതമൻ ഇന്ദ്രനെ കണ്ട് ഇരട്ടിച്ച കോപത്തോടുകൂടി പറയുകയാണ്, പുരന്ദര, നിന്നെ ഞാൻ ഇത്രനാൾ ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു. നീ ഇന്ന് എനിക്ക് നല്ല ഗുരുദക്ഷിണ തന്നിരിക്കുന്നു. വംശത്തിനു തന്നെ കളങ്കം വരുത്തിയ നിന്റെ ദേഹം നിറയെ ലിംഗങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ ഗൗതമ മഹർഷി ഇന്ദ്രനെ ശപിക്കുന്നു. അതായത് ഇന്ദ്രൻ്റെ ശരീരം മുഴുവനും ലിംഗങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഗൗതമ മഹർഷി ഇന്ദ്രനെ ശപിക്കുന്നത്. പിന്നീട് അഹല്യയുടെ നേരെ ഗൗതമ മഹർഷി നോക്കുന്നു. അഹല്യയ്ക്കും അദ്ദേഹം ശാപം നൽകുന്നു. നീയൊരു ശിലയായി പോകട്ടെ എന്നാണ് ശപിച്ചത്. ഇത് കേട്ടപ്പോഴാണ്, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടപ്പോഴാണ് അഹല്യയ്ക്ക് തെറ്റു സംഭവിച്ചിരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകുന്നത്. അഹല്യ മുനിയുടെ കാലു പിടിച്ചു കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അല്ലയോ മാമുനി, എന്നാണ് എനിക്ക് ശാപമോക്ഷം കിട്ടുന്നത്? ഇങ്ങനെ പറഞ്ഞ് കാലു പിടിച്ച് കരയുകയാണ് അഹല്യ. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ട അഹല്യ ശാപം കൂടി ലഭിച്ചതുകൊണ്ട് മഹർഷിയുടെ കാലു പിടിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ്, അല്ലയോ മാമുനി, എന്നാണ് എനിക്ക്
ശാപമോക്ഷം ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ്. തൻ്റെ കാലു പിടിച്ചു കരയുന്ന അഹല്യയോട് മുനിക്ക് ദയ തോന്നുന്നു. കാരണം അഹല്യ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ദേഷ്യം വന്നപ്പോൾ ശപിച്ചുപോയി. ഗൗതമൻ പറയുകയാണ്, അല്ലയോ അഹല്യേ, എൻ്റെ ശാപം ഒരിക്കലും വെറുതെ ആവുകയില്ല. ഞാൻ നിനക്ക് ശാപമോക്ഷം നൽകാം. ഭഗവാൻ രാമൻ ദശരഥൻ്റെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ വിശ്വാമിത്രൻ യജ്ഞരക്ഷയ്ക്ക് രാമനെ കൂട്ടിക്കൊണ്ടുവരും. ശിലയായ നിന്റെ മേൽ രാമപാദം പതിക്കുമ്പോൾ നിനക്ക് ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. കരയരുത് പ്രിയേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു ഗൗതമൻ. ഈ കഥ വിശ്വാമിത്രൻ രാമന് പറഞ്ഞു കൊടുക്കുന്നു. കഥ കേട്ടുകൊണ്ട് നിന്ന ലക്ഷ്മണൻ ചോദിക്കുകയാണ്, മഹർഷിയെ, അഹല്യ ബ്രാഹ്മണ സ്ത്രീയല്ലേ? അങ്ങനെയുള്ള സ്ത്രീയെ, ഒന്നാമത് ബ്രാഹ്മണ സ്ത്രീയാണ്, അതുകൂടാതെ സ്ത്രീയുമാണ്. ഒരു സ്ത്രീയെ എങ്ങനെയാണ് ചവിട്ടുന്നത്? അത് ധർമ്മമല്ലല്ലോ എന്ന നിലയിൽ ലക്ഷ്മണൻ ചോദിക്കുന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, ഇപ്പോൾ ബ്രാഹ്മണി അല്ലല്ലോ, ഇപ്പോൾ സ്ത്രീയുമല്ലല്ലോ, ഇപ്പോൾ ഒരു ശില മാത്രമല്ലേ, അതുകൊണ്ട് ചവിട്ടാം, തെറ്റില്ല എന്ന് വിശ്വാമിത്രൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ രാമൻ ആ ശിലാരൂപത്തിൻ്റെ മേൽ തൻ്റെ തൃപ്പാദങ്ങൾ പതിപ്പിക്കുന്നു. അതോടെ അഹല്യയ്ക്ക് ശാപമോക്ഷവും കിട്ടി. ആ സമയം അവിടെ ഗൗതമ മുനി പ്രത്യക്ഷപ്പെടുന്നു. ഗൗതമ മുനിയും അഹല്യയും രാമനെ വന്ദിക്കുന്നു. രാമനും ലക്ഷ്മണനും അഹല്യയെയും ഗൗതമ മുനിയെയും വന്ദിക്കുന്നു. അതിനുശേഷം ഗൗതമ മുനിയോടും അഹല്യാദേവിയോടും യാത്ര പറഞ്ഞിട്ട് രാമനും അനുജനായ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും മിഥിലാപുരി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് അഹല്യ മോക്ഷം. രാമായണത്തിൽ പിന്നീട് ഇന്ദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് രാമായണം പറയുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിലോ അത് പറഞ്ഞു തരാം. രാമായണം കേട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയാവുന്നതാണ്. എങ്കിലും നമുക്ക് വീണ്ടും ഒന്നുകൂടി പറയാം. കാരണം പലപ്പോഴും ഒരു തവണ കേട്ടാലും പിന്നീട് നമ്മൾ മറന്നു പോകാം. അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം നമുക്കത് വിശദമായിട്ട് പറയാം. നിങ്ങളുടെ മനസ്സിലേക്ക് അഹല്യാമോക്ഷം കടന്നു വന്നോ? എത്ര പേർക്ക് കടന്നു വന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. കടന്നു വരാത്തവർ ഒരു തവണ കൂടി അഹല്യാമോക്ഷം ഒന്നുകൂടി കേട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോരോ ഭാഗങ്ങളായി നിങ്ങൾ ഉറപ്പിക്കണം. ആ ആശ്രമ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മാനായോ ഒരു തുമ്പിയായോ ഒക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, നിങ്ങളുടെ മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു അഹല്യാമോക്ഷം കൊണ്ടുവരണം. 1, 2, 3 തവണ കേട്ടുകൊള്ളുക. അങ്ങനെ കേട്ട് ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ ശ്രേഷ്ഠതയാണ്. കാരണം അഹല്യാമോക്ഷം കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ അവസാനിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അഹല്യാമോക്ഷം എല്ലാവരും ദിവസവും കിടക്കുന്നതിന് മുമ്പ് കേൾക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അഹല്യാമോക്ഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.